കാടും മലയും താണ്ടി വനത്തിനുള്ളിലെ ദൈവത്തിനെ കാണാൻ എത്തിച്ചേരുന്നത് ഭക്തലക്ഷങ്ങൾ. എല്ലാ വർഷവും ഒരു മാസക്കാലമാണ് കുന്നത്തൂർപ്പാടിയിലെ ഉത്സവം നടക്കുന്നത്. മുത്തപ്പനായി ഒരു ക്ഷേത്രം ഇവിടെയില്ല. പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത്. കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും ഉരുളൻ കല്ലുകളും മലയും വനവും പനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് മുത്തപ്പൻ ഓർമ്മിപ്പിക്കുന്നു. ധനു 2-നാണ് ഉത്സവം തുടങ്ങുക. കാടിനു നടുവിൽ ഒരു തുറസായ സ്ഥലവും ഗുഹയുമുണ്ട്. ഉത്സവ സമയത്ത് ഇവിടെ താൽക്കാലിക മടപ്പുര കെട്ടിയുണ്ടാക്കുന്നു. ഇതാണ് ഉത്സവത്തിനുള്ള ശ്രീകോവിൽ. മടപ്പുരയുടെ പടിഞ്ഞാറ് വശത്ത് ഒരു കല്ലും പാറ കൊണ്ടുള്ള പീഠവും ചെളി കൊണ്ടുള്ള ഒരു പീഠവും കാണാം. ഗുഹയ്ക്ക് ഇരുവശത്തുമായി 2 പനമരങ്ങളുമുണ്ട്. കുന്നത്തൂർപ്പാടി മുത്തപ്പന്റെ ആരൂഢമായ കഥ ഇവിടെ തുടങ്ങുന്നു. പയ്യാവൂരിലെ എരുവേശി ഗ്രാമത്തിൽ പുരാതന കാലത്ത് അയ്യങ്കര എന്ന ഒരു രാജവംശത്തിന്റെ അരമനയുണ്ടായിരുന്നു. നാടുവാഴിക്ക് കുട്ടികളില്ലായിരുന്നു. ശിവന് ബലിയായി അവർ പലതും അർപ്പിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അഞ്ചരമനയ്ക്കൽ വാഴുന്നവരുടെ പത്നിയായ പാടിക്കുട്ടിയമ്മ ശിവനെ കണ്ടു. അയ്യങ്കര വാഴുന്ന പാടിക്കുട്ടിയമ്മ ശിവഭക്തിയായിരുന്നു. പാടിക്കുട്ടിയമ്മയും തോഴിമാരും പതിവ് പോലെ എരുവേശിയിലെ തിരുവൻകടവിൽ കുളിക്കാനിറങ്ങി. അപ്പോഴാണ് തിരുനെറ്റിക്കല്ലിൽ ഒരു ദിവ്യത്വമുള്ള കുഞ്ഞിനെ കാണുന്നത്. ആ കുഞ്ഞിനെ അവർ വാരിയെടുത്തു നെഞ്ചോട് ചേർത്തു. അവർ ആ കുഞ്ഞിനെ എടുത്ത് ഇല്ലത്തെത്തി പാലും പഴവും കൊടുത്ത് വളർത്തി. വളർന്നു വലുതാവുമ്പോൾ കുഞ്ഞിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. താഴ്ന്ന ജാതിക്കാരോടൊപ്പം കൂട്ടുകൂടി നടന്ന് മത്സ്യവും മാംസവും കഴിക്കാൻ തുടങ്ങി. ഇല്ലത്തേക്ക് അവയെല്ലാം കൊണ്ടുവന്ന് ചുട്ടു തിന്നാനും തുടങ്ങി. ഇത് കണ്ട അയ്യങ്കര വാഴുന്നവർ കോപാകുലനായി. അയ്യങ്കര ഉണ്ണിയെ ചോദ്യം ചെയ്തു. ഉണ്ണിക്ക് ദേഷ്യം വന്നു. കണ്ണുകൾ കത്തിജ്വലിക്കാൻ തുടങ്ങി. ഇത് കണ്ട പാടിക്കുട്ടിയമ്മ പേടിച്ചുപോയി. അവന്റെ മുഖത്ത് നോക്കാൻ ഭയമായി. മകൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. മലനാട് വരെ എനിക്ക് സഞ്ചരിക്കണം. അമ്മ മകനോട് പറഞ്ഞു, എൻ്റെ പൊന്മകൻ ഈ കണ്ണുകൊണ്ട് പോകരുത്. ഞാൻ പൊയ്ക്കണ്ണ് വെച്ച് തരാം, അല്ലെങ്കിൽ ആളുകൾ നിന്നെ കണ്ട് ഭയക്കുമെന്ന് പറഞ്ഞു. നിനക്ക് പോകാൻ ചങ്ങാതിമാർ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ 4ഓളം ചെന്നായ്ക്കളും 2ഓളം പുലിക്കിടാങ്ങളും ചങ്ങാതിമാരായി കിട്ടുമെന്ന് പറഞ്ഞു. ആയുധമായി അമ്പും വില്ലും വാളും എടുത്ത് മലനാട് ലക്ഷ്യമാക്കി നടന്നു. എകർന്ന മല, കനകഭൂമി, കുന്നത്തൂർപ്പാടി കണ്ടു കൊതിച്ചു. അങ്ങനെയാണ് കുന്നത്തൂർപ്പാടിയിൽ എത്തിച്ചേരുന്നത്. കുന്നത്തൂർപ്പാടിയിലെത്തി വിശപ്പും ദാഹവും അകറ്റാൻ ആവോളം പനങ്കള്ള് നുകർന്നു. അങ്ങനെയിരിക്കെ പനങ്കള്ള് ചെത്താനെത്തിയ ചന്ദൻ കാണുന്നത് ആരോ മുകളിൽ കയറി കള്ളു കുടിക്കുന്നതാണ്. ചന്ദന് ദേഷ്യം വന്ന് കുറെ ചീത്ത വിളിച്ചു. എന്നിട്ട് അമ്പും വില്ലും എയ്യാൻ നോക്കി. അപ്പോൾ തീഷ്ണതയുള്ള കണ്ണുമായി ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നു. ചന്ദൻ കല്ലായി മാറി. ചന്ദന്റെ ഭാര്യ ഭർത്താവ് നേരം വൈകുന്നത് കണ്ടപ്പോൾ തേടി വന്നു. ഭാര്യ കാണുന്നത് തന്റെ ഭർത്താവ് കല്ലായി നിൽക്കുന്നു. പനയുടെ മുകളിൽ നോക്കുമ്പോൾ ഒരു ദിവ്യരൂപം അവിടെ കണ്ടു. എൻ്റെ മുത്തപ്പ, അടിയനെ കാത്തോളണേ എന്ന് വിളിച്ച് അടിയത്തി കരഞ്ഞു. എൻ്റെ മുത്തപ്പ എന്ന് വിളിച്ച് കേണപേക്ഷിച്ചപ്പോൾ ചന്ദനെ പൂർവ്വസ്ഥിതിയിലാക്കി. സന്തോഷത്തോടെ ചന്ദനും ഭാര്യയും മുത്തപ്പന് കള്ളും ഉണക്കമത്സ്യം ചുട്ടതും അവലും നിവേദ്യമായി നൽകി. ഇന്നും മുത്തപ്പന് പൈൻകുട്ടിയായി അർപ്പിക്കുന്നത് ഈ വസ്തുക്കളാണ്. അതിനുശേഷം എല്ലാവരുടെയും ദൈവമായി മാറിയ മുത്തപ്പൻ യാത്ര തുടർന്നു. പിന്നീട് എത്തിയത് പുരളിമലയിലാണ്. മുത്തപ്പന്റെ 4 രൂപങ്ങളാണ് ഇവിടെ ആടുന്നത്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ തിരുവപ്പനെ ആടിത്തുടങ്ങുമ്പോൾ മുത്തപ്പൻ എനിക്ക് അമ്മയെ കാണണം എന്ന് പറയും. എപ്പോഴും പറയണമെന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ മൂലംപെറ്റ ഭഗവതിയാണ് മുത്തപ്പന്റെ അമ്മയായി സങ്കല്പിക്കുന്നത്. ആ അമ്മയുടെ ഒരു തെയ്യം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് തെയ്യം കെട്ടിയാടും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവപ്പനയോടൊപ്പം മൂലംപെറ്റ ഭഗവതി തെയ്യവും കെട്ടിയാടുന്നു. മുത്തപ്പന് ചില സമയം അമ്മയെ കാണണമെന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ മൂലംപെറ്റ ഭഗവതി തെയ്യവും ഇവിടെ കെട്ടിയാടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം.